പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക മതം, ജാതി, വർഗം ആ ഒരു രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സൊസൈറ്റി ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഒരുപാട് അങ്ങ് മാറിപ്പോയി. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2014 ശേഷമാണെന്ന് തോന്നുന്നു മെല്ലെ മെല്ലെ മാറ്റങ്ങൾ ഇപ്പോൾ അത് കേരളത്തിലും കണ്ടു തുടങ്ങി. അത് പലയിടത്തും ഞാൻ പലതവണ എൻ്റെ വർക്കിലൂടെ മറ്റുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിലീജിയൻ വൺ ഓഫ് ദി ഡേഞ്ചറസ് വെപ്പൺ ഇൻ അവർ സൊസൈറ്റി എന്ന്. അതിവിടെ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നു. വേറൊരു പ്രശ്നം ഇരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഒരു സംഭവം അതില്ലാതാവുമെന്നാണ് തുടങ്ങി. ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും ഒക്കെ കേട്ടല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പള്ളികളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗാനമേളയ്ക്കൊക്കെ പോകും, അങ്ങനത്തുള്ള പരിപാടികൾ അവിടെയൊക്കെ അതിന് വരെയൊക്കെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി തുടങ്ങി. ഇപ്പം ഇങ്ങനെ വരുവാണെങ്കിൽ എന്താ ആ കൂടെ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഓർത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമങ്ങൾ തോന്നുന്നുണ്ട്. പൊളിറ്റീഷ്യന്മാർ ആര് തന്നെ ആയിക്കോട്ടെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടി, ഓപ്പോസിറ്റ് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടികളായിക്കോട്ടെ, അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഹൈ ലെവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി വെച്ചതിന് ശേഷമാണ്. പക്ഷേ ഇതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നത് കോമൺ മാൻ, ഇന്ത്യയിലെ പീപ്പിൾസ് തന്നെയായിരിക്കും. അവർക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പീപ്പിൾ, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഒന്നും പറയാൻ പറ്റത്തില്ല, സാധാരണ പീപ്പിൾ, അവരാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നത്. ഈ വന്ന കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ആയിക്കോട്ടെ, ഒരു ഇന്ത്യൻ സിറ്റിസണ് കൊടുക്കുന്ന യാതൊരു വിധത്തിലായിട്ടുള്ള പല ഫോർമാറ്റുകളും ഇല്ലാതാവുന്നു. എന്താ പറയുക, പല കാര്യങ്ങളും കലയായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ എല്ലാ തരത്തിലും ഒരു വിഷമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ മൈൻഡൊന്ന് എന്താ പറയുക ശുദ്ധീകരിക്കാൻ വേണ്ടി എന്നല്ല, നമ്മുടെ മൈൻഡൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന റിലീജിയൻ, അതിലെ നല്ല നല്ല വശങ്ങളൊക്കെ. പീസ്, സമാധാനത്തിന് വേണ്ടിയാണ് ഈ റിലീജിയനുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരും അവരും ഒക്കെ എടുക്കുന്ന വേറൊരു രീതിയിലാണ്. എന്താവുമെന്നോ എന്തോ, എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു എൻ്റെ നാടിനെ കുറിച്ച് ഓർത്ത്, എൻ്റെ രാജ്യത്തെക്കുറിച്ച് ഓർത്ത്. പണ്ടൊക്കെ എന്ത് വികസിതമായിരുന്നു.